ഞാൻ അബ്ദു പൊയിൽ അഗ്ര ഫാം കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരിയാണ് എൻ്റെ വീട്. ഈ മാങ്ങ കണ്ടങ്ങൾ പലർക്കും പരിചയം ഉണ്ടാവും, കോഴിക്കോട്ടുകാരെ സ്വന്തം ഉളർമാവ്. പക്ഷെ കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ്, തൃശ്ശൂർക്കാരൊക്കെ പറയൽ ഉളോറിന് ചേലൻ എന്നൊരു വെറൈറ്റി ഉണ്ട്, നാടൻ വെറൈറ്റി. അതിനെ ഉളോറെന്ന് പറയാറുണ്ട്. പക്ഷെ അത് രണ്ടും രണ്ടാണ്. ഇതാ തൊട്ട മുകളിലുണ്ട്, ഇത് ചേലമാവാണ്, ഇത് ഉളർമാവാണ്. ഇത് അറിയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മൂടിതാ ഇവിടെ പഴുക്കും. ഉളർമാവ് പൈക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂടിതാ ഇവിടെ റെഡ് കളർ, പ്യുവർ റെഡാവും. ഇതാണ് ഉളറിൻ്റെ ലക്ഷണം. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആയിരിക്കും, ചെറിയൊരു ഗ്യാസ് ഉണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്, നമ്മൾ പ്രത്യേകം പറയാൻ കഴിയില്ല. അത് കോഴിക്കോട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. മിക്കവാറും കോഴിക്കോട്ട് വീടുകളിലൊക്കെ നേരത്തെ എല്ലാ വീടുകളും ഉണ്ടായി. ഇപ്പോൾ അത് വംശനാശം നേരിടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഉളർമാവ്. നമ്മളിപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചായിരുന്നു നേരത്തെ നടാറ്. ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് തൈയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലാണ്. അതായത് ഇതിൻ്റെ ഈ തടി കണ്ടില്ലേ, ഇങ്ങനെ പൊട്ട് വന്നിട്ട് ഇങ്ങനെ ലീക്ക് വരും. അത് വളരെ സിമ്പിളാണ്. COC കോപ്രോക്സിക്ലോറൈഡ് വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് പേസ്റ്റാക്കി തേക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാവിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇത് ശരിക്കും 2 വർഷമായ മാവാണ്. അതുകൊണ്ട് നിറയെ മാങ്ങ ഉണ്ട് ഇതിൽ, ഇഷ്ടം പോലെ മാങ്ങ. ഇത് നേരത്തെ ഇപ്പോൾ നോമ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് നോമ്പ് വറക്കാൻ നോമ്പ് 1 മുതൽ തന്നെ മാങ്ങ കിട്ടും, സിംഗിളായിട്ട് കിട്ടും. ഇപ്പോൾ അടുത്ത മാസത്തോടുകൂടി കംപ്ലീറ്റ് മാങ്ങ പഴുക്കും. നല്ല ടേസ്റ്റ്, ചെത്തി കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു മാങ്ങാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഒരു ഉളർമാവ് നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കണം. ഇത് കണ്ടില്ലേ, ഇത് കാണാൻ ഭംഗി മാത്രമല്ല, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉളർമാവ്. പലർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഉളറ് ചേലിൽ നിന്നുള്ള വ്യത്യാസം. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുമാതിരി പിന്നെ നിർബന്ധമായിട്ട് ഒരു ഉളർമാവ് നിങ്ങൾ വീട്ടിൽ വെക്കുക. പിന്നെ ഇതല്ല, ഇത് ഒരു ഇളം പഴുപ്പായ സമയത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. സാധാരണ അങ്ങനെ മാങ്ങ കഴിക്കാറില്ല. അപ്പോൾ പ്രിയൂർ എന്ന് പറഞ്ഞൊരു മാങ്ങ നമുക്ക് പച്ചലും മധുരം ഉണ്ടാവും. ഒരു പച്ചലും മധുരമല്ല, പച്ചൽ പുളി ഉണ്ടാവില്ല. ഇതും അതേമാതിരി ഒരു ആവറേജ് മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പച്ച മാങ്ങ തിന്നാം. വീട്ടിൽ സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഈ പല മാവുകളുണ്ടാവും, വെക്കാൻ സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉളറിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്താലും മതി. നമ്മൾ ജൂൺ ജൂലൈയിൽ ഇവിടെ ക്ലാസ് ഉണ്ട്, ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് എല്ലാം ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലും മതി. നിർബന്ധമായിട്ട് ഒരു ഉളറിൻ്റെ ഒരു മാവ് നിങ്ങളെ വീട്ടിൽ വെക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാരെ വെച്ചിടത്തുള്ള ഉളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ്. കോഴിക്കോടൻ ഉളർ എന്നാണല്ലോ പറയാം. പിന്നെന്താ പറയുക, നമ്മളെ മലയാളിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒരു 10 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് ഉള്ളതെങ്കിൽ 9.5 സെൻറ്റിൽ വീടായിരിക്കും. അതിൽ ഒരു കുറഞ്ഞ സ്ഥലം നമുക്ക് ഉണ്ടാവുള്ളൂ. അത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ്. അത് ഭയങ്കര താല്പര്യം ഉണ്ടാവും മാവിനോടും മറ്റു ഫ്രൂട്ട്സുകളോടും. അപ്പോൾ അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർക്ക് ബാരൽ സെറ്റ് ചെയ്യുക, ഒരു മാവ് ബാരൽ സെറ്റ് ചെയ്യുക. പിന്നെ ഒരു മാവ് തന്നെ നിങ്ങൾക്ക് 15, 20, 60, 80 വെറൈറ്റി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ജൂൺ ജൂലൈയിൽ ഇവിടെ ക്ലാസ് ഉണ്ടാവും, ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് അതിന് വേണ്ട സഹായം നമ്മൾ കൊടുക്കും. മാവിൻ്റെ ഏത് വെറൈറ്റിയാണ് വേണ്ടി വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കും. താല്പര്യം വേണം. താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഉളറിൻ്റെ കമ്പ് വേണമെങ്കിൽ ആ സമയത്ത് കമ്പും തരും. തൈ ഉണ്ടാക്കണമെങ്കിൽ തൈ ഉണ്ടാക്കുക. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫോൺ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, പല സ്ഥലത്ത് യാത്രയിലായതുകൊണ്ട്. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ റീപ്ലൈ തരും.